വളരെ വളരെ സന്തോഷം. ഒരിക്കലും മരണം വരെയും മറക്കൂല, ഒരിക്കലും. അമ്മയൊന്ന് വന്നേ, വാ. ഈ അമ്മ ആർക്കെങ്കിലും പരിചയമുണ്ടോ? പറഞ്ഞു തരാം. വന്നേ, ചെരുപ്പിടും. അമ്മ പുറത്തിറങ്ങിയിട്ട് 2 മാസമൊക്കെ ആയി. നമുക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങണ്ടേ? വാ. ഇതാണ് പുതിയ വഴി. ഓ, എങ്ങനെയുണ്ട് വഴിയൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം, അപ്പോൾ മനസ്സിലാവുമായിരിക്കും. ചേട്ടാ ഒന്ന് വന്നേ. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ ഒരു വഴി പ്രശ്നമായിട്ട് സംബന്ധിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് വെളിയിലിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ആ വഴിയൊക്കെ ആയിട്ടുണ്ട്. വലിയ സന്തോഷം, വലിയ സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മൾ കൂടെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കുള്ളൂ. വലിയ സന്തോഷം. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഈ അമ്മയുടെ വഴിപ്രശ്നം സംബന്ധിച്ച വീഡിയോ ആണ് ചെയ്തത്. അത് 2 മില്യൺ കഴിഞ്ഞു. അത്രയും ആൾക്കാർ അത് കണ്ടിട്ട് പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് ഈ വഴിയിൽ നിന്ന് ഇവർക്ക് വേണ്ടി നടവഴി ഒരുങ്ങിയത്. അപ്പം നടവഴി നല്ല രീതിക്ക് അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കും ഇത് കാണുന്ന പ്രേക്ഷകരെ അറിയിക്കണ്ടേ, ഒരു പ്രശ്നം വരുമ്പോഴത്തേന് നമ്മളത് പരിഹരിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. റിപ്പോർട്ട് ചാനലുകാർക്കും പ്രത്യേകം നന്ദി. അത് തന്നെ, പല ചാനലുകാരും ഇതൊന്ന് കവർ ചെയ്തു. അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 ചാനലുകാരാണ് അത് ചെയ്തത്. ഒന്ന് റിപ്പോർട്ടറും ഒന്ന് നമ്മുടെ ചാനലുമാണിത് കൂടുതൽ ഇത് സ്പ്രെഡ് ചെയ്ത് ന്യൂസ് ആൾക്കാരിലേക്ക് എത്തിച്ചത്. അപ്പം ആൾക്കാരുടെ പ്രതികരണം ഇവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് വളരെ ഇവർക്ക് സപ്പോർട്ടായിട്ട് മൈനസായിട്ട് ഒരാളും പറഞ്ഞില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് അവർക്ക് വഴി കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ആൾക്കാരെല്ലാം നമ്മളെ വിളിച്ച് പറഞ്ഞത്. എന്ത് നിയമസഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ ആൾക്കാരും വേറെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷം. അത് നിങ്ങളെ കൂടെ അറിയിക്കണം. കാരണം പ്രേക്ഷകരെ അറിയിക്കാതിരുന്നാൽ അതെനിക്കൊരു വിഷമമായി പോകും. അപ്പോൾ അവരുടെ ഈ അമ്മ ഇപ്പം വളരെ സന്തോഷമാണ്. അമ്മയ്ക്ക് ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. വഴിയൊക്കെ അവരുടെ ഇന്ന് വാങ്ങിച്ച് വഴിയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ? പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് ഇത് വഴി ഇട്ട് വന്നതിൽ വളരെ വളരെ സന്തോഷം. ഒരിക്കലും മരണം വരെയും മറക്കൂല, ഒരിക്കലും. നമുക്ക് വളരെ സന്തോഷം. നിങ്ങളാണ് മുന്നിട്ട് ഇറങ്ങിയത്. ഈ വഴി ഞങ്ങൾക്ക് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. അപ്പം ആരും ഇല്ലാത്തവർക്ക് ചിലപ്പം ദൈവം ആരെങ്കിലും ഒരാളെ നിയോഗിക്കും എന്ന് പറയുന്നത് സത്യമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പം നമ്മളൊരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടെ ഒരു ഗേറ്റും കൂടെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗേറ്റും കൂടെ ഇട്ട് തരാം. അതിപ്പോൾ നിങ്ങൾ സേഫ് ആവില്ല. ആ ഒരു പ്രശ്നം അവിടെ തീർന്നു, ഇവിടെ തീർന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടൊരു പ്രശ്നം ഇല്ല. 200 രൂപ പത്രത്തിൽ ഞങ്ങൾക്ക് എഴുതി തരുകയും ചെയ്ത് ഇനി അങ്ങനെ യാതൊരു ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എഴുതി തരുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ഇനി പ്രാർത്ഥിക്കാനുള്ള എത്രയും പെട്ടെന്ന് ഈ അമ്മയ്ക്കും മകൾക്കും ഒരു വീടാകട്ടെ എന്നാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു മോളാണ്, അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ അമ്മയുടെ കാര്യങ്ങളും ഈ മെഡിസിനും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. എങ്ങനെയെങ്കിലും ഒരു വീടാകട്ടെ. ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടിട്ട് വീട് ആ കുട്ടിക്ക് അടച്ച ഒരുക്കത്തോടെ കിടക്കാൻ ഒരു വീടിന് ആവശ്യമാണ്. അപ്പോൾ അത് മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്കൊരു വീടാകട്ടെ എന്ന്. ഞങ്ങൾക്കൊരു വീട്, നല്ലൊരു വീട് അടച്ചുപൂട്ടി കിടക്കത്തക്ക ഒരു ഇത്, അത് ദൈവം സഹായിക്കണം. എല്ലാ കാര്യങ്ങളും നടക്കും. ദൈവം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഈ പറയുന്ന നാട്ടുകാർ ഇത്രയും ഞങ്ങൾക്ക് ഒരു കനിവ് ദൈവം തന്നു നിങ്ങളിലൂടെ. എൻ്റെ അമ്മയുടെയൊക്കെ പ്രായമുള്ളൂ കേട്ടോ, സത്യം. എൻ്റെ അമ്മ പ്രായമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ അമ്മ പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു അനിയത്തി ഉള്ള പോലെയാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടത്. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീടിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ, വളരെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്നെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ നേരെ മഴ നനയാതൊന്നും ഇരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പോയിരിക്കുകയാണ്. മോള് തന്നെയാണ് ഇതൊക്കെ എടുത്ത് താങ്ങൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ചുരുക്കമാണ് കേട്ടോ, സത്യം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ കാരണം ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പുതിയ ഒന്നും ജോലിയൊന്നും ചെയ്യാത്ത ടൈപ്പാണ്. അവൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും 2 മണി വരെയൊക്കെ കുട്ടീനെ തയ്ച്ചിട്ടാണ് പിറ്റേ ദിവസം. ഇങ്ങനെയുള്ള കുട്ടികളെ 100-ൽ 1 മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.